ഹോള ഫ്രണ്ട്സ്, കൊച്ചിയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോണ വഴിയിലാണ് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ദോഹയിൽ ഇറങ്ങാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. നമ്മുടെ ഇന്ത്യൻസിനൊക്കെ ഖത്തറിൽ ഇറങ്ങാൻ വിസ വേണ്ട, അത് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസ ഇല്ലാതെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കൺട്രീസിൽ ഒന്നാണ് ഖത്തർ. ഖത്തറിൽ നമുക്ക് 30 ദിവസം വിസ ഇല്ലാതെ നിൽക്കാം. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്കൊരു 30 ഡേയ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അതിനേക്കാളും കൂടുതൽ നാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഖത്തർ വിസ ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ബിസിനസ് പർപ്പസിനുള്ള ട്രാവലിങ്ങൾക്ക് മാത്രമാണ് ഈ വിസ അനുവദനീയമായിട്ടുള്ളത്. പഠിക്കാനായിട്ടോ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ലോങ് സ്റ്റേ ഒക്കെ ആണെങ്കിൽ ഈ വിസ അവർ നൽകുന്നതല്ല. ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് ഖത്തറിലെത്താം, പക്ഷേ 3-4 കണ്ടീഷനുകളുണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 6 മാസമെങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് കൺഫേം ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അക്കോമഡേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതൊരു ഹോട്ടലോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അങ്ങനെ സിബ്ലിങ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് ഒരു സ്റ്റേ ചെയ്യാനുള്ള ഒരു കൺഫർമേഷനും അവർക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ കയ്യിൽ അത്യാവശ്യം ഫണ്ട് ഉണ്ടായിരിക്കണം, പക്ഷേ അതവർ ചോദിക്കാറില്ല. എന്നാലും അത്യാവശ്യം ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ അക്കോമഡേഷന് വേണ്ടിയിട്ട് റൂം ബുക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടലാണെങ്കിൽ അത് ഖത്തർ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലായിരിക്കണം. അല്ലാത്ത പക്ഷം വിസ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി പ്രൊസീജിയറിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖത്തർ എയർവേസിൽ ട്രാവൽ ചെയ്തിരിക്കണം. അത് നമ്മുടെ ദോഹ എയർപോർട്ടിൽ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ഇമിഗ്രേഷൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അവർ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാം അത് ജെനുവിൻ ആണെങ്കിൽ അവരപ്പോൾ തന്നെ നമുക്ക് ഒരു സ്റ്റാമ്പ് അടിച്ച് തരും. ആ സ്റ്റാമ്പ് എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ഡേറ്റ് ഉണ്ടായിരിക്കും, എത്ര നാൾ വരെ നമ്മുടെ വിസ വാലിഡ് ആണെന്നുള്ളത് അതിലുണ്ടായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളുടെ സിസ്റ്ററും ഫാമിലി അവിടെയായിരുന്നു. സോ ഞങ്ങൾ അവരുടെ പേര് പറഞ്ഞപ്പോൾ അവർ അഡ്രസ്സ് ചോദിച്ചു, ഫോൺ നമ്പർ ചോദിച്ചു. അവരുടെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് വിസ അടിച്ച് തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ട്രാൻസിറ്റ് വിസയിലാണ് പോകുന്നവരുണ്ടെങ്കിൽ മിനിമം 8 മണിക്കൂറെങ്കിലും വേണമെന്നാണ് ഞങ്ങളോട് അന്ന് പറഞ്ഞിരുന്നത്. സോ അതും ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഏകദേശം 8 മണിക്കൂർ തന്നെ അവിടെ ട്രാൻസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടുള്ള എല്ലാവർക്കും ഇതുപോലെ പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഖത്തർ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ലൈഫിൽ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട സിറ്റീസിൽ ഒന്നാണ് ഖത്തർ ദോഹ. സോ എല്ലാവരും മിസ് ചെയ്യാണ്ട് ഇപ്രാവശ്യം തന്നെ പോയിക്കോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കണ്ട. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അതിൽ ആൻസർ പറഞ്ഞിരിക്കും. അപ്പോൾ ശരി, എൻജോയ് ദ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. എനിക്കിതഷ്ടം ഒരാളെനക്കല്ലാണ്ട് എന്തിനായിരുന്നു. ഐസ്ക്രീമാണോ? തുർക്കിഷ് ഐസ്ക്രീം. തുർക്കിഷ് എന്നാ കേറിക്കോ, എന്റെ വ്ളോഗിൽ കേറിക്കോ. അളിയാ വ്ളോഗിൽ കേറിക്കോട്ടാ, യൂട്യൂബിലേക്ക് നിങ്ങൾ ഫേമസ് ആവും. ആ അതുകൊണ്ട് ആൾക്കാർക്ക് കൊറോണ സമയത്ത് ഒക്കെ പ്ലേറ്റ് വേണോ? ആ ശരിയാ. ബ്ലാക്ക് ഇട്ടിട്ട് ഇറങ്ങണം. മനസ്സിലായി. ശരിയാ. ഒരു മ്യൂസിയം, അവിടെ പഴയ കല്ലും സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. കൂട്ടിയിട്ടുണ്ടല്ലേ? ഒഴിയ പരമാവധി മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പിടിച്ച് പുറത്താക്കും. ഞാൻ
ഞാൻ വോയിസ് ഓവർ കൊടുത്തേക്കാം. ഇത് അവർക്ക് ചേഞ്ച് അത്ര ചേഞ്ച് ഈ രീതിയിൽ ഇപ്പൊ വീഡിയോ സംസാരിക്കും മൊത്തം കച്ചറയായിരിക്കും. അത് ഇന്ത്യയുടെ അല്ല. റൈഡ് പോകാൻ പറ്റും സമയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ഈ ദോഹയുടെ മുകളിൽ ഹിസ്റ്ററി കാണാൻ മൊത്തം ഈ ബിൽഡിംഗ് വ്യൂസ് അല്ലേ. കാണുന്നുണ്ട് പക്ഷെ അതിനുള്ള സമയമില്ലല്ലോ. കൊടുക്കണത് അവന്റെ ഭാവി ഇങ്ങനെയാ. സപ്പോർട്ടില്ല. ഫാമിലിനെ കൊണ്ടുകഴിഞ്ഞാൽ ആൾക്കാരെ പൈസ ഫുള്ള് ഇവിടെ തന്നെ പോയിക്കോളും. അതിനുള്ള ചിന്ത ബുദ്ധി ബോധമൊന്നുമില്ല. കണ്ടാണ്ടല്ലോ നമ്മളെന്നാ പോലെ 3 പില്ലർ പോലെ ഉണ്ടാക്കി അതും സുലഭമാണ്. അതിനൊന്നും കുഴപ്പമില്ല. ഇവിടെ നിർത്തി കുമാരൻ ചാട സമ്മതിക്കണം. എന്നൊക്കെ ചോദിക്കും. ഫാമിലി ഉണ്ട് വന്ന് ഓക്കെ ഞങ്ങളെല്ലാം അത് റീൽസില് റോഡിനെ ഡ്രസ് ചെയ്യുമായിരിക്കും. ഒരു മണിക്കൂർ ഉറങ്ങാട്ട് എടിയായിരിക്കും.